പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇൻഷോട്ട് എന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇൻഷോട്ടിൽ നമുക്ക് വീഡിയോ മാത്രമല്ല ഫോട്ടോയും അതുപോലെ തന്നെ കൊളാഷൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഫോട്ടോ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൊളാഷൊക്കെ നിർമ്മിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇവിടെ വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമുക്കിവിടെ വീഡിയോ എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ചെയ്ത് വെച്ച പ്രൊജക്റ്റുകൾ എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഞാനിവിടെ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ ആൽബത്തിൽ നിന്ന് നമുക്ക് വേണ്ട ക്ലിപ്പുകൾ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലൊക്കെ സെലക്ട് ചെയ്തിട്ട് ക്ലിപ്പായിട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ മെറ്റീരിയലിൽ നിന്ന് ആണ് വീഡിയോ എടുക്കുന്നത്. ഞാനിവിടെ നിന്നും ക്ലിപ്സ് എടുക്കുകയാണ്. ഞാനിപ്പോൾ എംറ്റി ഷോട്ട് എന്നുള്ള ഇതിൽ നിന്ന് ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ക്ലിപ്പിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ക്ലിപ്പാണ് നമ്മുടെ വീഡിയോയിലായിട്ട് എടുത്തിട്ടിരിക്കുന്നത്. വെറുതെ ഒന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊരു ക്ലിപ്പ് ഇട്ടു എന്നുള്ളൂ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഫസ്റ്റ് വരുന്നത് ക്യാൻവാസ് എന്നുള്ളതാണ്. ക്യാൻവാസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ വീഡിയോ ഏത് റേഷ്യോയിലാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, ആ റേഷ്യോയിലാണ് ഏത് റേഷ്യോയിൽ നമുക്ക് റീലാണ് വേണ്ടത് അതോ യൂട്യൂബ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ റേഷ്യോ സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ യൂട്യൂബ് സൈസാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുത്തു, എന്നിട്ട് ടിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. പിന്നെ വരുന്നത് നമ്മുടെ വീഡിയോ ക്ലിപ്പുകളിൽ നമ്മുടെ വീഡിയോക്ക് ആഡ് ചെയ്യേണ്ട ഓഡിയോകൾ. നമുക്കിവിടെ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് മ്യൂസിക്കാണ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല വീഡിയോയുടെ ഇടയ്ക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ എഫക്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് എഫക്ട്സുകൾ ആഡ് ചെയ്യാം. ഇനി റെക്കോർഡ് ചെയ്ത് ആഡ് ചെയ്യാനാണെങ്കിൽ റെക്കോർഡ് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് ആഡ് ചെയ്യാം. പിന്നെ AI സ്പീച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യമായിട്ടുള്ള ക്യാരക്ടർ ഉപയോഗിച്ച് ആ സൗണ്ടിൽ നമുക്കിവിടെ ഓഡിയോ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷനുകളാണ് ഓഡിയോ എന്നുള്ളിടത്ത് വരുന്നത്. പിന്നെ നമുക്ക് സ്റ്റിക്കറുകൾ ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ. സ്റ്റിക്കർ ടെക്സ്റ്റ് എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റിക്കറുകളൊക്കെ ഇവിടെ നിന്നും ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം അത്തരം കാര്യങ്ങളാണ് ഇവിടെ സ്റ്റിക്കറിൽ വരുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റും അതുപോലെ തന്നെ ടെക്സ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കാൻ സാധിക്കും. മാത്രവുമല്ല അത് എഡിറ്റ് ചെയ്യാനും അതിന് കളർ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ബോർഡർ കാര്യങ്ങളൊക്കെ ഷാഡോ, ഗ്ലോ, ലേബൽ, ഒപ്പാസിറ്റി അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ഓപ്ഷനുകൾ ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ ആനിമേഷനാണ്, എങ്ങനത്തെ രീതിയിൽ ആനിമേഷൻ വരണം, ടൈപ്പ് ചെയ്യുന്ന രീതി, അങ്ങനെ പല രീതികൾ, ഒപ്പാസിറ്റി അങ്ങനത്തെ പല കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാവുന്നൊരു രീതിയിലുള്ള ഇതാണ് ഇത് ഇൻഷോട്ടിൻ്റെത്. പിന്നെ വരുന്നത് എഫക്ട്സ് ആണ്. എഫക്ട്സിൽ നമുക്ക് ഇവിടെ ഒട്ടേറെ എഫക്ട്സുകളുണ്ട് നമ്മുടെ ക്ലിപ്പുകൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. മാത്രമല്ല AI എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് തന്നെ ഇങ്ങനെ കട്ടൗട്ടിനൊക്കെ നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒട്ടേറെ എഫക്ട്സുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇവിടെ ഫിൽറ്റർ എന്ന് കാണാം. ഫിൽറ്റർ ഉപയോഗിച്ച് നമ്മുടെ ക്ലിപ്പുകൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ഒട്ടേറെ നല്ല അടിപൊളി ഫിൽറ്ററുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും ലൈറ്റ് കാര്യങ്ങൾ, കോൺട്രാസ്റ്റ്, വാം, അതുപോലെ തന്നെ ടിൻറ്റ്, സാറ്റുറേഷൻ, കർവൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ HSL ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കളർ ഗ്രേഡിംഗ് ഒക്കെ അടിപൊളിയാക്കിയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻ തന്നെ നമ്മുടെ ഇൻഷോട്ടിൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ഓപ്ഷനുകൾ നോക്കാം. പിന്നെ വരുന്നത് PIP എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇതുപയോഗിച്ചിട്ട് നമ്മുടെ വീഡിയോ ക്ലിപ്പിലോട്ട് ലെയറുകളായിട്ട് വീഡിയോകളും ഫോട്ടോകളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇതുപയോഗിച്ച് നമുക്കിപ്പോൾ ഇതിലോട്ട് ക്ലിപ്പുകളും ലെയറുകളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ ഒരു ഓപ്ഷനാണ് PIP ആയിട്ട് വരുന്നത്. പിന്നെ പ്രീ കട്ടാണ്. അതായത് നമ്മുടെ ക്ലിപ്പിൻ്റെ ഇപ്പോൾ തുടക്ക ഭാഗവും നമുക്കിപ്പോൾ സെൻറ്ററിലാണ് വേണ്ടതെങ്കിൽ ട്രിം ഉപയോഗിച്ചിട്ട് രണ്ട് ഭാഗത്തും നമുക്ക് ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള ഭാഗം മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇനിയല്ല ഞാൻ കട്ട് ചെയ്ത് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് സെൻറ്ററിൽ നിന്നാണ് കട്ട് ചെയ്യുന്നതിന് ബാക്കിയുള്ള ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാൻ സാധിക്കും.
അങ്ങനെ പിന്നെ നമുക്ക് സ്പ്ലിറ്റാണ്, നമ്മൾ ഏതെങ്കിലും ഭാഗം സ്പ്ലിറ്റ് ചെയ്ത് ഒഴിവാക്കാനാണെങ്കിൽ ഇപ്പോൾ ഈ തുടക്ക ഭാഗം മതി, രണ്ടാമത്തെ ഭാഗം വേണ്ടെങ്കിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെയാണ് പ്രീ കട്ടിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ളതാണ്. പിന്നെ സ്പ്ലിറ്റ് എന്നുള്ളത് പ്രത്യേകമായിട്ട് തന്നെ വേറൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ആവശ്യമുള്ള ഭാഗം അതിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഫക്റ്റ്, ഇപ്പം ഒരു ക്ലിപ്പിൽ എഫക്റ്റ് വേറെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ആവശ്യമില്ലാത്ത ക്ലിപ്പുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ക്ലിപ്പുകളുടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ ക്ലിപ്പുകൾക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് ഇവിടെ വരുന്നത്. ഗ്രേഡിയൻ്റ് ബാക്ക്ഗ്രൗണ്ട് വേണോ, പാറ്റേൺ വേണമെങ്കിൽ പാറ്റേൺ സെറ്റ് ചെയ്യാം, ടെക്സ്റ്റേഴ്സ് ആണ് വേണ്ടെങ്കിൽ ടെക്സ്റ്റേഴ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനത്തെ ഓപ്ഷനുകളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഈ ഓപ്ഷനുകളൊക്കെയാണ് വരുന്നത്. പിന്നെ ക്ലിപ്പിന് സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മുടെ ക്ലിപ്പിന് സ്പീഡ് കൂട്ടാനും അതുപോലെ തന്നെ സ്ലോ മോഷൻ ആക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ കർവായിട്ടും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് മനോഹരമായ രീതിയിൽ നമുക്ക് സ്പീഡിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താൻ കർവ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ട് സാധിക്കും. പിന്നെ നമ്മൾ ക്ലിപ്പിന് ആനിമേഷനാണ്, ഇൻ ആനിമേഷനും ഔട്ട് ആനിമേഷനും ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ ക്ലിപ്പ് ഇന്നായിട്ട് വരുമ്പോൾ ഔട്ട് ആകുമ്പോഴൊക്കെ ആനിമേഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോയുടെ ഫുൾ ടൈം ആനിമേഷൻ ചെയ്യാനും സാധിക്കും. പിന്നെ AI കട്ട് എന്നുള്ള ഓപ്ഷനാണ്. ഇത് AI ആയിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് ക്ലിപ്പിനെ അനലൈസ് ചെയ്തിട്ട് ഓഡിയോ ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് കട്ട് ചെയ്യുന്ന രീതിയാണ്. അതായത് നമ്മുടെ ലെയറുകളുടെ ഓഡിയോയുടെ അനുസരിച്ചിട്ട്, വീഡിയോ ക്ലിപ്പുകളുടെ ഓഡിയോ അനുസരിച്ചിട്ട് അതിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുന്ന രീതിയാണ് AI കട്ട് എന്നുള്ളത്. പിന്നെ നമ്മുടെ ക്ലിപ്പ് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ സ്വിച്ച് എന്നുള്ളതുണ്ട്. ക്ലിപ്പ് നമുക്കിപ്പോൾ PIP പോലെ ലെയർ ആയിട്ടാണ് വേണ്ടതെങ്കിൽ സ്വിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ കട്ടൗട്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ ഒരു വ്യക്തിയാണുള്ളതെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ കട്ടൗട്ട് ഉപയോഗിച്ച് ചെയ്യാം. കട്ടൗട്ടിൽ തന്നെ നമുക്ക് ക്രോമാക്കിയും വരുന്നുണ്ട്. ക്രോമാക്കി ഉപയോഗിച്ച് ഗ്രീൻ സ്ക്രീനൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കട്ടൗട്ടായിട്ട് ഓട്ടോമാറ്റിക് കട്ടൗട്ട് ആവുന്ന AI ഓപ്ഷനാണ്. പിന്നെ വരുന്നത് മാസ്ക് ആണ്. പലതരം മാസ്കുകളും ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാസ്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ ഇവിടെ മാസ്ക് ആവശ്യമില്ല. പിന്നെ വരുന്നത് ഒപ്പാസിറ്റിയാണ്. ക്ലിപ്പിൻ്റെ ഒപ്പാസിറ്റി നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ റീപ്ലേസ് ചെയ്യാൻ, ക്ലിപ്പ് ഇപ്പം വേറെ ക്ലിപ്പാണ് ആ സ്ഥാനത്ത് വെക്കേണ്ടതെങ്കിൽ റീപ്ലേസ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വോയിസ് എഫക്റ്റ് ആണ്. ഇവിടെ ക്ലിപ്പിൻ്റെ വോയിസ് എഫക്റ്റ് നമുക്ക് ഇവിടെ റോബോട്ട് അങ്ങനെ പല മെയിൽ അങ്ങനെ പല ഓപ്ഷനുകൾ ഇവിടെ വരുന്നുണ്ട്. അതുപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലിപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ക്ലിപ്പ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഫ്ലിപ്പ് ചെയ്യാനും അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ക്ലിപ്പ് ഏതെങ്കിലും ഭാഗം നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് ഫ്രീസായിട്ട് ഒരു ഇമേജ് ആയിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ അങ്ങനെ ഫ്രീസ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫ്രീസായിട്ടുള്ള ക്ലിപ്പായിട്ട് ലഭിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ വീഡിയോ റിവൈസ് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. റിവൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ക്ലിപ്പ് റിവൈസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പം ഒരാൾ മുമ്പോട്ട് നടക്കുന്നത് നമുക്ക് ഈ റിവൈസ് ഉപയോഗിച്ച് ബാക്കോട്ട് നടക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനത്തെ ഓപ്ഷനുകളൊക്കെയാണ് വരുന്നത്.